2K കിട്ടാണ്. എനിക്കിതിനെ കൊണ്ടുപോകണം ഗൈസ്. അപ്പം അതിനുള്ള വഴി നോക്കട്ടെ. അപ്പോൾ കടിച്ചു വലിക്കുക, അവരങ്ങോട്ടും കൊടുക്കും. മാത്രല്ല ഈ റൂമിൽ. ഹലോ ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. താത്തൻ്റെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് നടക്കേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നീച്ച് അവിടെയുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ പൊന്തിച്ചൊന്ന് വെക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവം ഈ ഒരു കുഞ്ഞ് ക്ലോക്കാണ് കേട്ടോ. ഗൈസ്, നമ്മൾ കെൻസു. എന്താ എനിക്ക് പണി? ഏത് ഉണ്ടാക്കിയേക്ക നോക്കട്ടെ. ആയി എന്താ നോക്കാം. കേരളൊക്കെ പ്രത്യേക തരം ഒരു വീടുണ്ടാക്കി തരുമോ? വീടുണ്ടാക്കാൻ അറിയൂല? വേഗം ഒരു വീടുണ്ടാക്ക്. ആ ബെൽത് ഉണ്ടാക്കും, ബെൽത്. സരി, രണ്ടാളും കൂടി ഉണ്ടാക്കി നോക്കട്ടെ ഞാൻ. ഇതാണ് ഗൈസ് ഞാൻ കിടന്ന റൂം. ഒരു സോഫയുണ്ട്, ഒരു ബെഡുണ്ട്, നല്ല കാറ്റുള്ള ഫാനുണ്ട്. അടിപൊളിയാണ്. നല്ലൊരു അലമാര. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഈ ഒരു ക്യൂട്ട് ക്ലോക്കാണ്. നല്ല ഭംഗിയില്ലേ? അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂമാണ്. എനിക്ക് മുടിയൊക്കെ ഒന്ന് വാരി സെറ്റാണ്. ഉറക്കത്തിന് എണീച്ച ആ ഒരു മന്ദപ്പ് ഇപ്പോഴും പോയിട്ടില്ല. രാവിലെ ഒരു 8:45 ഞാൻ എണീച്ച് ഇനി ചായ കുടിക്കണം. ഇന്നത്തെ ദിവസം എന്തൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കാണിക്കണം. ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നോക്ക് നമുക്ക്. സൂപ്പർ. വേണ്ട വാടാ പോയി. അപ്പം എന്നെ ഒറ്റക്കാക്കി പോയാച്ച് നമുക്കത് വിഷയമല്ല. കൈസ്താണ് ഇവിടെ ഹൈവേൻ്റെ അടുത്താണ് വീട്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അവരുടെ വീടിൻ്റെ വ്യൂ. ചെറിയൊരു മഴക്കാറുണ്ട്, ചെറിയൊരു മഴ പൊടിച്ചിലുണ്ട്. അപ്പം ഇന്നൊന്ന് സെറ്റ് ആവട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തായാലും കമൻറ്റ് അയക്കുക. രസമുണ്ടെങ്കിലും രസമില്ലെങ്കിലും, എന്നാലല്ലേ നമുക്ക് അതിൻ്റെ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിട്ട മെഹന്തിയാണ് ഗൈസ്, കാണിച്ചരാം. രസമുണ്ടാവും. കളറൊക്കെ പോയി, എന്നാലും ഞാൻ ഇട്ട മെഹന്തിയാണ് ഗൈസ്. നമ്മൾ കെൻസ് ഉണ്ടാക്കിയതാണത്. ഇത് പറ്റിക്കല്ലേ? അത് ഓനുണ്ടാക്കിയല്ലേ? കള്ളത്തരം പറയാല്ലേ? പിന്നെ നമ്മൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിട്ടോ. അപ്പോൾ ഇവരെ ഈ M4ടെക്കിൻ്റെ വീഡിയോ ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ തന്നെയല്ലേ പേര്? അവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കെൻസിനും ബേബിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോഴേക്കും നമ്മൾ മിന്നു മദ്രസൊക്കെ വിട്ടു വന്നു. പിന്നെ ചായ കുടിച്ച് പിന്നെ മിന്നുവിൻ്റെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞ് കളിപ്പിച്ചാണ് കേട്ടോ. ഓളോടെ ഞാൻ പറഞ്ഞു എവിടെ പോയെന്ന് ഡാൻസ് കളിച്ചാൽ എന്നെ TV-യിൽ കാണൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഓള് കളിച്ച ഡാൻസാണ് കേട്ടോ. ചായയോടെയൊക്കെ കഴിഞ്ഞ് വരെ വാങ്ങുന്നു. താങ്ക് യു. കണ്ടവർക്ക് ഈ ഒരു ചാനൽ ഭയങ്കര ഇഷ്ടാട്ടോ വരെ. ഒരു പേരക്ക കിട്ടി. ഹോം മെയ്ഡ് പേരക്ക കഴിച്ചോളാം. എന്ത് ഒമ്മടെ പേരക്കാണ്? പ്രത്യേകിച്ച് മധുരമൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള വെള്ളം കേട്ടോ. പൊതുവെ നമ്മളിപ്പോൾ റമദാൻ മാസത്തൊക്കെ പല ആൾക്കാർ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ ബോട്ടിൽ പല ഫ്ലേവർ, പിസ്ത, അങ്ങനെ സ്ട്രോബെറി, അങ്ങനെയൊക്കെ. ഇപ്പോൾ കല്യാണപ്പേരിലൊക്കെ പോയാൽ ഒരു പിസ്ത വെള്ളം കിട്ടില്ല, അതിൻ്റെ അതേ ടേസ്റ്റ് ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വെള്ളം കുടിക്കണേ. ഇപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ടേസ്റ്റ് ഞാൻ മുന്നേ നോക്കിന്നാലും വലിച്ചൊന്ന് കുടിച്ച് നോക്കട്ടെ. കുറച്ച് മധുരം കൂടി, പക്ഷേ
സെറ്റ് സാധനം. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ചോറുന്നല്ലാണ് അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ എല്ലാവരും പാടി അളിയനും താത്തി എല്ലാവരും പാടി ഇരുന്നാട്ടോ ചോറുന്നാ. പിന്നെ ഒന്നും നോക്കില്ല, ഒരു പിടുത്താണ് പിടിച്ച് ചോറ് അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നല്ല കിട്ടില്ല ലഞ്ച് അല്ലേ, അടിപൊളിയാണ് ഗൈസ്. ഇത് കഴിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഫേസ് കണ്ടോ മനസ്സിലായിട്ടുണ്ടാവും, സൂപ്പറാണ്. ഇതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കെടുക്കുക ഇതൊക്കെയാണ്. പിന്നെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ കെടുക്കൂല ഇല്ല, എന്നുവെച്ച് കളിച്ചോ, ഞാൻ കെടുക്കും. പിന്നെ ഫോണിൽ കളിക്കാനാരാ, ഇനി കുറച്ച് നേരം ഫോണിൽ കളിക്കണം, കിടക്കണം, വിമാനത്തിൽ പോകണം. ഇതൊക്കെയാണ് ഒരു ദിവസത്തെ ഒരു പ്രത്യേകത. ഷർട്ട് ചൂടായിട്ടോണ്ട് ഷർട്ട് പോയിട്ടുണ്ട്. കുറച്ച് കിടന്നിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു മെമ്മറീസ്, അവർക്കന്നെ ഒരു മെമ്മറീസ് ആവും. കുറേ കാലം യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ ഒക്കെ എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാമല്ലോ. വെൽക്കം ബാക്ക്. ഇങ്ങനെ അറിയും, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറയാറില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടാ. എൻ്റെ താത്തൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവും. പണ്ടൊക്കെ ഞാൻ സ്കൂൾ വെക്കേഷൻ, എനിക്ക് 10 ദിവസമൊക്കെ വെക്കേഷൻ ഉണ്ടാവില്ല, മദ്രസ ഇല്ലാത്ത ടൈമിൽ ഞാൻ എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് പോവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് അവിടെയൊക്കെ പണ്ട് ഇഷ്ടംപോലെ മുല്ലപ്പൂ, ഇഷ്ടംപോലെ ആടും, ഒരു രസമായിരുന്നു കേട്ടോ അവിടെ. പെട്ടെന്ന് കുഞ്ഞുമാരെ വീട് ഓർക്കുമ്പോൾ പണ്ട് രാവിലെ നീച്ച് മാങ്ങ പെറുക്കണതും ആടിന് ഇല കൊടുക്കണൊക്കെയാണ് കേട്ടോ. പെട്ടെന്ന് ഓർമ്മ വരാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒരു ഇല എടുത്താലോ ബേബി, ഓടി വായോ. ആദ്യമൊക്കെ ഞാൻ കുഞ്ഞാവുമ്പോളേ ഇലല്ല, പിന്നെ ഇലല്ലാതെ പിന്നെന്താ, ഏല. താങ്ക് യു സോ മച്ച്. നീ ബേബി ട്രൈ ചെയ്യാൻ പോവാ. അത് കച്ചൂല, ഇതൊക്കെ അങ്ങനെ, ഇതൊക്കെ ബേബിൻ്റെ ആണ് വേണ്ടി, ബേബിൻ്റെ ആണ് വേണ്ടിയത്. കൊടുക്കുക അല്ല മോളാ, അങ്ങനെ ഇട്ട് കൊടുക്കണ്ട. അപ്പൊ പാവല്ല, ആടിന് എത്തണിയല്ലോ. ഇതാ ഇങ്ങനെ തിന്ന് പാവ ആടിന് ഇല കൊടുക്കണോക്ക. ആടാ സൂപ്പർ. ഇത്രയും ആടുണ്ട് കണ്ടോ. ഓരോ ആടെയും വ്യത്യസ്തമായി കൊടുക്കണം, അല്ലെങ്കിൽ ആടെല്ലാം കൊതി വിട്ട് ഇരിക്കും. കഴിച്ചോട്ടാ. ഇവിടെ ആട്ടുംകട്ട എണ്ണ സൊല്ല് ചുമക്കല്ലേ, കൊതി വിടണം എന്തിന്, നിനക്കല്ലേ ഞാൻ തന്ന്. എനിക്കെന്നെ കോളടിച്ച് ഇത്ര പോലെ തിന്നിട്ടാ. ഈ വായു ഒരു വെറൈറ്റി ആട് ഇഷ്ടായില്ല. യെസ്, എന്നാ കൊടുക്ക. ഇനി കെൻസു ആടാ സൂപ്പർ. ഗൈസ്, നമ്മളൊന്നൊരു വെറൈറ്റി. ഇത് ഗർഭിണിയാണോ, ഇത് പെണ്ണാണോ, ഇത് ഗർഭിണിയാണോ സംശയം. ഇതിനല്ല, നമ്മൾക്ക് ആണിനെയാണ് നമുക്ക് വെറൈറ്റി ആക്കേണ്ടി. വായോ, കമോൺ. എന്നാ കൊതിച്ച് കഴിക്കട്ടെ. എന്നാ വാ. അത് കൊടുത്തുക്കണോ, ഇങ്ങോട്ട് ഞാൻ കടിച്ചരാം. ഇതെങ്ങനെയെന്നറിയോ, ഇതൊക്കെ നോക്കിക്കേട്ടാ. ഇതിനെ നോക്കിക്കേ, കാല് പൊന്തിക്ക് നോക്കിക്കോട്ടെ. ഇനി കാല് പൊന്തിക്കടാ, ഇത് പൊന്തിക്കൂല. ഇത് കാല് പൊന്തിച്ചാണ്ടാ. പെൺകുട്ടികൾ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണമെന്നാണ്, പക്ഷെ എന്നാലും ഇതിനൊന്ന് കാല് പൊന്തിക്കൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ആണെന്തായാലും കാല് പൊക്കി. കമോൺ യാ. ബേബി എന്താ വരാത്തെ? സൂപ്പർ ആടല്ലേ അപ്പോ. സെറ്റാണ് ഗൈസ്. ഹായ് കുക്കുറു. ഒരുപാടുണ്ട് ഗൈസ്. ഇഷ്ടം എനിക്ക് കിളികളെ. ലൈക്ക് ഇറ്റ്. എന്ത് ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ കമൻ്റ് ഒന്നും. എവിടെയെങ്കിലൊക്കെ വിരുന്ന് പോയി കഴിഞ്ഞാൽ ചായ കുടി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചായ കുടിക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ പോയിട്ട്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്.
ചായ കുടി കഴിഞ്ഞ് വീണ്ടും ഇല കൊടുക്ക. കുറച്ച് എടുത്ത് നിക്കടാ, കുറച്ച് എടുത്ത് നിക്ക്, അല്ലെങ്കിൽ അതിന്റെ കഴുത്ത് വേദന. അതൊക്കെ പാവോ, കുറച്ച് എടുത്ത് നിന്നോ. ചായടി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇല കൊടുക്കാൻ ഇറങ്ങി. അവനക്ക് ആഗ്രഹം ഇല കൊടുക്കാൻ. നീ വരുന്നില്ലേ ബേബി? ഇല്ല, വായോ ബേബി. ഈ ആടിന് ഇല കൊടുക്കുവാ. നല്ല ബേബി, ചക്കര ബേബി, വേഗം വായോ. ഇതോട് അത് കഴിക്കുവോന്ന് അറിയില്ല. തിന്നട്ടാ. വാ സൂപ്പർ. ഈ ആട് ഫ്രീക്കൻ ആടാണ് കേട്ടോ. ഇതിന്റെ ഹെയർ ഒക്കെ, ഈ ആടിന്റെ മുടിയൊക്കെ ഫ്രീക്കാണ് വെച്ചാളെ. 2K കിട്ടാണ്. പൊന്തിച്ചാനറിയോ? എന്നാ പൊന്തിച്ച ആടിനെ പൊന്തിച്ച. ഈ കൂടിനകത്ത് 2 കുഞ്ഞൻ ആടുകളുണ്ട് കേട്ടോ. ഒന്നൊന്നല്ല, 2 ഉണ്ട്. ഒരു കാപ്പിയും ഒരു വൈറ്റും. പുതിയൊരു അതിഥി. ചിരിച്ച ഡ്രസ്സിന്റെ അടിയിൽ നിൽക്കാതെ ചിരിച്ച. ഏയ് ക്യാമറ ഓൺ ആക്കിയപ്പോ ഓടിപ്പോയി. ആ ബേബി, നമ്മൾ ഈ ലവ് ബേർഡ്സിനെ ഇല കൊടുക്കാൻ പോവാ. ഇത് ഇലക്ക് വേണ്ടി നിൽക്കുന്നതാണ് എന്നാണ് വീട്ടിലെ ആളുകൾ നമ്മളോട് പറയുന്നത്. ഈ ഇലയാണ് നമ്മൾ ലവ് ബേർഡ്സിന് കൊടുക്കുക. ആടാ ഇതൊക്കെ കഴിക്കണൊക്കെ. ഇതിൻ്റെ അളവ് മനസ്സിലാ. ഉള്ളിലേക്ക് ഇട്ടരാം. എല്ലാവരും കഴിക്കും. ശരി, നിങ്ങൾ ഇലക്ക് വേണ്ടി കാത്തിരുന്നതാണല്ലേ. എന്താ സ്പിടുത്താക്ക് 2 കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ് ഗുഡ് കിളികൾ, ലവ് ബേർഡ്സ് കണ്ടോ. ഇതാണ് അതിന് സുഖമുള്ള പരിപാടി. അതല്ലത് ഈ ചെറുതോട് തിന്നൂല. ഇവര് വേറെ ആൾക്കാരല്ലേ. എനിക്ക് ഈ കിളികളും പൂച്ചകളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് തിന്നാൻ കൊടുക്കണമെങ്കിൽ. എന്നാ വാ കെൻസ്, നമുക്ക് കൊടുക്കാം. എല്ലാരും ഉണ്ട്. വായോ കൊടുക്കാൻ പോയ ഞങ്ങള് ഇല. യെസ് ഗൈസ്, നല്ല രസം. ഇത് ഭയങ്കര കാണാന്. പിടിച്ചോട്ടോ അവിടെ, അല്ലെങ്കിൽ വീണു. ബേബി മഞ്ഞല്ല, മഞ്ഞ മഞ്ഞ. ഇത് നോക്ക് ഗൈസ്. ആ ഇല ഇത് എന്താ കഞ്ഞിക്കൂർക്കേ അതെന്താ പറയണ ഇലാണ്. അത് കഴിക്കുന്നതാണ് പറയണത്. അപ്പം എല്ലാവരും അത് കൊടുത്താൽ മതി. സൂപ്പർ. കെൻസിൻ്റെതാണ്. ഇപ്പം എല്ലാവരും വട്ടത്തിൽ നിന്ന് കഴിക്കണ. കെൻസോ ഇഷ്ടായാ? നല്ല കിളിയൊക്കെ ഫുള്ള് വാരി പുടുത്താണ്. ലാസ്റ്റ് ആയപ്പോ കടിച്ചു വലിക്കും. അവരങ്ങോട്ടും കൊടുക്കും. സൂപ്പർ. ഫുള്ളും വെറൈറ്റി രസമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വരില്ലേ? വരില്ലേ. ഇനി ഇവിടെ ഫിഷുണ്ട്. ഫിഷ് ചെറിയ കളർ മീനുകൾ. അത് നോക്കി നോക്കാം. വെള്ളമൊക്കെ വേസ്റ്റ് പോലെ കിടക്കുകയാണ്. ഇതിൻ്റെ ആൾ ഇവിടെ നാട്ടിലില്ല, അതാണ് പ്രശ്നം. ഹലോ. സൂപ്പർ. ബ്യൂട്ടിഫുൾ. എടോ എനിക്കിഷ്ടമായി. എനിക്കിതിനെ കൊണ്ടുപോകണം ഗൈസ്. അപ്പം അതിനുള്ള വഴി നോക്കട്ടെ. ഇതിനെ ഞാൻ കവറിലാക്കാൻ പോവാം. നമുക്ക് കുറച്ച് വേണം. പക്ഷെ അതൊക്കെ വരുന്നു. വീട്ടിലെത്തി കെൻസിനെ കേടാ. മിന്നുക്ക് മീൻ കാണിച്ചു കൊടുക്കണം. അതിൻ്റെ കേടാണ്. അതേതാ മീൻ? സാരിവാല അങ്ങനെയൊക്കെ പറയണ മീനാണ് കേട്ടാ. ഫ്രിഡ്ജിലെ വെള്ളം വെള്ളിപ്പ ചപ്പാത്തി പോലെ ആയി എന്ന് പറഞ്ഞു. ഐസും കട്ടായതാൾ പറഞ്ഞതാവും. ശരി, അത് പുറത്തേക്കാം. ചപ്പാത്തി എന്ന് ഉദ്ദേശിച്ചത് ഐസും കട്ടക്കാണ്. ഗൈസ്, നമ്മൾ ഈ പാത്രത്തിലേക്ക്
മീനെ മാറ്റാൻ പോവുകയാണേ. മാറ്റാൻ പോവാ. ഫസ്റ്റ് ട്രൈ ചെയ്യുകേ. ഇങ്ങോട്ട് വരൂ. ആ കിട്ടിപ്പോയി. സൂപ്പർ. ഇതേപോലെ എല്ലാം ആക്കട്ടെ. മോളപ്പിടില്ല. അപ്പൊ മീനൊന്നും അപ്പിട്ടെന്നുള്ളൂ. നമ്മളിത് ഫുള്ള് മാറ്റിട്ട് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ ഫിഷ്. ചെറിയ മീനുകളൊക്കെ ഇത്ര 2-3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. 1 2 3 കുഞ്ഞുങ്ങളില്ലേ? 3 ഒന്ന് ഇവിടെ. അപ്പൊ ഇതൊക്കെ ഒന്ന് സേഫ് ആക്കി നിർത്തട്ടെ ഗൈസ്. ഇതാണ് സുണ്ട്രു. ഇവന്റെ പേര് സുണ്ട്രു. ഇവന്റെ ഫേസ് കാണിക്കൂല. വീഡിയോ വരും മോനെ യൂട്യൂബില്. ഇനി സ്വല്പം കുറച്ച് ഡ്രിങ്ക് ആയിക്കോട്ടെ. അങ്ങനെ ഇനി ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം എല്ലാവരും ഒച്ചപ്പാടാണ്. ഇവിടെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ സൗണ്ടാണ്. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് ഓടിച്ചതാണ്. അപ്പം ഇനി ഇപ്പം ഏകദേശം വ്ളോഗിൽ എല്ലാ കാര്യങ്ങളും ഇന്നത്തത് ഉൾപ്പെട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാം. അപ്പം ഞാൻ മാത്രമല്ല ഈ റൂമിൽ. ഗൈസ് ഇനി നമ്മൾ പൂത്തിരി കത്തിക്കാൻ പോവാണ് ഗൈസ്. ഇന്ന് വീഡിയോ എടുത്തോണ്ട് ഭാഗ്യമുണ്ട്. പൊത്തി നിക്കാണ് കേട്ടോ അവര്. നോക്കാം നമുക്ക്. അപ്പൊ ഗൈസ് നമ്മൾ ഗുണ്ടൊക്കെ പൊട്ടിച്ച്, ഗുണ്ട്, പൂത്തിരി, പിന്നെ ചക്രം എല്ലാം സെറ്റാക്കി. അപ്പൊ എല്ലാവരും അവിടെ ചിരിച്ചും കളിച്ചിരിക്കുക. ഇവിടെ വെള്ളിപ്പാക്ക് എന്താ പറയുക, ചെറിയൊരു പെട്ടിക്കടണ്ട്. അപ്പം അതിൽ കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ച സാധനങ്ങളാണ് നമ്മളിപ്പോൾ പൊട്ടിച്ചത്. ഈ വർഷത്തിൽ ഞാൻ ഒരുപാട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ എന്തായാലും നല്ല സൂപ്പറായി. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഓരോ വിശേഷങ്ങളും ഞാൻ നിങ്ങളുടെ കൂടെ പങ്കിടുന്നതായിരിക്കും. വേണ്ട. അപ്പോൾ ഗൈസ് ഇന്നത്തെ എല്ലാ പരിപാടിയും ഏകദേശം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ എന്തായാലും ലുഡോ കളിക്കാനുണ്ട്. അളിയൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും പോയി ലുഡോ കളിക്കട്ടെ. അപ്പോഴത്തുള്ള വീഡിയോ ടാറ്റാ ബൈ, സീ യു.